അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വനിതാ നിലാവ് ഖുർആനിക് സൊല്യൂഷൻസ് എന്ന ഇസ്ലാമിക് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യണം. ഈ ഒരു വീഡിയോ ചില ആളുകൾ യാദൃശ്ചികമായിട്ട് കണ്ടതാകും, ചില ആളുകൾ തെരഞ്ഞു പിടിച്ച് വന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ദിവസത്തിൽ ഇൻഷാ അള്ളാഹ് ഈ ഒരു അമലിൻ്റെ ഞാമത്ത് നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില സമയങ്ങൾ ഉണ്ട്, നമുക്ക് തന്നെ തോന്നിപ്പോകും ജീവിതം നന്നായിട്ട് പോകണില്ല. പക്ഷെ അതെന്തുകൊണ്ടാണെന്ന് കൃത്യമായിട്ട് പറയാനും പറ്റില്ല. എല്ലാം ശരിയായിട്ട് മനസ്സിനൊരു സമാധാനം കിട്ടാത്തൊരവസ്ഥ, അതാണ് നമ്മളിൽ പലരും അനുഭവിക്കുന്നത്. ദിവസവും നമ്മൾ നമ്മുടെ ജോലികളൊക്കെ ചെയ്യണുണ്ട്, ഉത്തരവാദിത്തങ്ങളുടെയൊക്കെ തിരക്കിലാണ്. പക്ഷെ ഉള്ളിലൊരു ശാന്തിയില്ല, ഒരു ഭാരം പോലെ തോന്നുന്ന ഒരു കനാണ് മനസ്സിന്. അത് നമ്മൾ പലപ്പോഴും ആരോടും പറയൂല. അത്തരമുള്ളൊരു സമയത്ത് നമ്മൾ അറിയാതെ തന്നെ നമ്മളെ അള്ളാഹു ചില പ്രത്യേക സമയങ്ങളിലേക്ക് കൊണ്ടുവരും. കാരണം അവിടെ നമ്മൾ വിളിച്ച റബ്ബ് വിളി കേൾക്കും. ഇന്ന് അത്തരത്തിലുള്ള ഒരു ദിവസമാണ്, ഒരു പ്രത്യേകത നിറഞ്ഞതാണ്. ഇന്ന് വെള്ളിയാഴ്ച രാത്രി. വെള്ളിയാഴ്ച ഒരു സാധാരണ ദിവസമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഈ ദിവസത്തിനൊരു പ്രത്യേക സമയമുണ്ട്. ആ സമയത്ത് ഒരു മുസ്ലിം എന്ത് ദുആ തന്നെ ചെയ്താലും അള്ളാഹു അത് സ്വീകരിക്കും എന്നുള്ളത്. ഇത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ വില നമ്മൾ മനസ്സിലാക്കാറില്ല. ഈ ഒരു രാത്രി അള്ളാഹുവിൻ്റെ കരുണ കൂടുതൽ അടുത്ത് വരുന്ന ഒരു സമയമാണ്. മലക്കുകൾ ഇറങ്ങുന്ന ഒരു സമയം, ദ്വാകളുടെ വാതിലുകളൊക്കെ തുറന്നിരിക്കുന്ന ഒരു സമയം. അതുകൊണ്ട് തന്നെ ഈ രാത്രി നമ്മൾ വെറുതെ കളയാൻ പാടില്ല. കാരണം ചില അവസരങ്ങൾ ജീവിതത്തിൽ വീണ്ടും കടന്നു വരണമെന്നില്ല. ഇന്നത്തെ ഈ ഒരു ചിലപ്പോൾ നാളെ നമ്മളിങ്ങനെ കണ്ടുകൊള്ളണം എന്നില്ല. അടുത്ത ആഴ്ച നമ്മളുടെ അവസ്ഥ എന്തായിരിക്കണം എന്നും അറിയില്ല. അപ്പോൾ ഈ ജീവിതത്തിൽ ഇത്തരത്തിൽ പ്രയാസവും പ്രശ്നമൊക്കെ അനുഭവിക്കുന്ന ആളുകളുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലർക്ക് കടബാധ്യത ഉണ്ട്, എത്ര ശ്രമിച്ചാലും തീരാത്ത കടങ്ങൾ. ചിലർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ, ഡോക്ടറെ കാണിച്ചാലും പൂർണ്ണമായും ആശ്വാസം കിട്ടാത്ത അവസ്ഥ. ചിലർക്ക് കുടുംബ പ്രശ്നങ്ങൾ, സ്വന്തം ആളുകളുമായിട്ട് തന്നെ മനസ്സിലാവാത്തൊരവസ്ഥ. ചിലർക്ക് മാനസിക സമ്മർദ്ദം, ആരും കാണാതെ ഒരു വേദന ഉള്ളിൽ വെച്ച് നടക്കുക. ചിലർക്ക് ജോലി ഇല്ലാത്ത വിഷമം, ചില ജോലി ഉണ്ടെങ്കിലും സമാധാനമില്ല. ചിലർക്ക് ഒറ്റപ്പെട്ട ജീവിതം, സംസാരിക്കാൻ പോലും ഒരാളില്ലാത്ത അവസ്ഥ. ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള പരീക്ഷണങ്ങളുണ്ട്. പക്ഷെ നമ്മൾ പലപ്പോഴും ഒരു കാര്യം മറക്കുന്നുണ്ട്, ഈ പരീക്ഷകൾ ശിക്ഷകളല്ല, അത് അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണം മാത്രമാണ്, നമ്മളെ ഉയർത്താനും വളർത്താനുമുള്ളൊരു മാർഗം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇത്തരം പ്രതിസന്ധികളും പ്രതിബന്ധതകളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവർ നിങ്ങളുടെയൊക്കെ ജീവിതത്തിലുണ്ടാകും. നിങ്ങൾക്കൊക്കെ അറിവുള്ള ആളുകളുണ്ടാകും. അവരിലേക്കൊക്കെ ഒരു വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരം അറിവുകൾ ഇത്തരം സമയങ്ങളിൽ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു നിഅമത്ത് റബ്ബ് നിങ്ങൾക്കും നൽകും. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം അല്ലേ. ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. ഞാൻ ഇത്തരത്തിൽ മഹത്തായിട്ടുള്ള അറിവുകൾ ഇടുമ്പോൾ, നല്ല നല്ല വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് വേഗത്തിൽ തന്നെ നോട്ടിഫിക്കേഷൻ വഴി ലഭിക്കാൻ അത് സഹായകരമാകും. ഇപ്പം ഞങ്ങളോട് പറയുന്നത് ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു ദിക്റിനെ കുറിച്ചിട്ടാണ്. ഒരു സംഭവം പറയാം. ഒരാളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഇത് കേട്ടാൽ നമ്മളെ തന്നെയാണ് അതിൽ കാണുക. ഒരു കുട്ടി ഉണ്ടായിരുന്നു, സ്വന്തം വീട്ടിൽ സ്വന്തം സഹോദരങ്ങളുടെ ഇടയിൽ വളർന്ന ഒരു കുട്ടി. പക്ഷേ അവൻ്റെ മനസ്സിൽ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അവനൊരു സ്വപ്നം കണ്ടു. സാധാരണ സ്വപ്നമല്ല, അവൻ്റെ ജീവിതം തന്നെ മാറ്റാൻ പോകുന്നൊരു സ്വപ്നം. ആ സ്വപ്നം അവൻ തൻ്റെ ഉപ്പാനോട് പറഞ്ഞു. ഉപ്പ അത് കേട്ടപ്പോൾ മനസ്സിലാക്കി ഈ കുട്ടിക്ക് മുന്നിൽ വലിയൊരു ഭാവി കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളത്. പക്ഷേ ആ സ്വപ്നം തന്നെ അവൻ്റെ ജീവിതത്തിൽ വലിയൊരു പരീക്ഷണങ്ങൾക്കും കാരണമായി. അവൻ്റെ സ്വന്തം സഹോദരന്മാർ തന്നെ അവനെ അസൂയ കൊണ്ട് കാണാൻ തുടങ്ങി. ഒടുവിൽ അവർ ഒരു ദിവസം തീരുമാനിച്ചു, ഈ കുഞ്ഞിനെ നമ്മൾ ഇല്ലാതാക്കണം എന്ന്. പക്ഷെ കൊന്നില്ല, അതിനേക്കാൾ വേദനയുള്ളൊരു കാര്യം ചെയ്തു. അവനെ ഒരു ആഴമുള്ള ഒരു കിണറ്റിലേക്ക് തള്ളിയിട്ടു. ചുട്ടും ഇരുട്ട്, മുകളിൽ ആരുമില്ല, കുഞ്ഞൊറ്റക്കായി കിണറ്റിനടിയിൽ. ആ നിമിഷം എത്ര പേടിയുണ്ടായിരിക്കും എന്ന് ചിന്തിച്ച് നോക്കുക. പക്ഷേ അവൻ ഒറ്റക്കായിരുന്നില്ല, അള്ളാഹു അവനോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞ് ഒരു യാത്രക്കാരുടെ സംഘം അവനെ കണ്ടെടുത്തു. പക്ഷെ രക്ഷിക്കാനല്ല, ഒരു സാധനമായിട്ട് അവനെ അടിമയായിട്ട് വിറ്റു. അങ്ങനെ അവൻ സ്വന്തം നാട്ടിൽ നിന്നും അകന്നുപോയി, അന്യദേശത്ത് ഈജിപ്തിലേക്ക് കൊണ്ടുപോയി. അവിടെ ഒരു വലിയ വീട്ടിൽ വളർന്നു. പുറത്ത് നിന്ന് നോക്കുമ്പോൾ എല്ലാം ശരിയായിട്ട് തോന്നും. പക്ഷെ അവൻ്റെ ജീവിതം മുഴുവൻ പരീക്ഷണങ്ങളായിരുന്നു. അവിടെ വീണ്ടും വലിയ പരീക്ഷണം. അവൻ ചെയ്തിട്ടില്ലാത്തൊരു തെറ്റ്, ഒരു കുറ്റം അവൻ്റെ മേൽ ചുമത്തപ്പെട്ടു. അവൻ നിരപരാധിയായിട്ടും ജയിലിൽ അടച്ചു വർഷങ്ങളോളം. ചിന്തിച്ചു നോക്കൂ, സ്വന്തം വീട്ടിൽ നിന്നും അകന്ന് അടിമയായി വിറ്റ്, പിന്നെ തെറ്റായ ആരോപണം, പിന്നെ ജയിലിൽ. ഒരാൾക്ക് ഇത്രയും സംഭവിച്ച നമ്മളായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? പക്ഷെ അവൻ ഒരു കാര്യം മാത്രം ചെയ്തു, അള്ളാഹുവിനെ കൈവിട്ടില്ല.
അള്ളാഹുവിലേക്ക് ദ്വാകൾ നിർത്തിയില്ല. ജയിലിൽ പോലും അവൻ മറ്റുള്ളവരെ സഹായിച്ചു, അവരുടെ സ്വപ്ന വ്യാഖ്യാനം ചെയ്തു. ഒടുവിൽ ഒരു ദിവസം അതേ സ്വപ്നത്തിൻ്റെ കാരണം കൊണ്ട് രാജാവിൻ്റെ മുമ്പിലെത്തി. അവിടെ നിന്നാണ് അവൻ്റെ ജീവിതം മാറിയത്. ജയിലിൽ കിടന്നിരുന്ന ഒരാൾ ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തെത്തി. അള്ളാഹു അവനെ ഉയർത്തി, എല്ലാവർക്കും മുന്നിൽ മാന്യമായി ഉയർത്തി. ഈ കഥ ആരുടേതാണെന്നറിയോ? അത് നമ്മുടെ യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ജീവിതമാണ്. ഇതിൽ നിന്നുള്ള ഒരു പാഠം വളരെ ക്ലിയറാണ്. നിങ്ങൾ ഇപ്പോൾ എത്ര വലിയ പ്രശ്നത്തിലായാലും അത് യൂസുഫ് അലൈഹിസ്സലാം അനുഭവിച്ചതിനേക്കാൾ വലുതല്ല. പക്ഷേ അവൻ തീർച്ചയായിട്ടും സമാധാനത്തോടു കൂടെ തന്നെ ദുആ ചെയ്തു. ദുആ വീണ്ടും വീണ്ടും ചെയ്തു, വിശ്വാസം നഷ്ടപ്പെടുത്തിയില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു അവനെ ഉയർത്തി. അതുപോലെ തന്നെ നിങ്ങൾക്കും ഉയരാൻ സാധിക്കും. നിങ്ങൾക്ക് വേണ്ടത് ഒരു ചെറിയ സ്റ്റെപ്പ് മാത്രമാണ്, അള്ളാഹുവിലേക്ക് തിരിയാം. ഇന്ന് വെള്ളിയാഴ്ച രാത്രി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു അമലുണ്ട്. ആദ്യം തന്നെ വുളു എടുത്ത് 2 റക്അത്ത് നിസ്കരിക്കണം. ഇന്നത്തെ ഈ ഒരു രാത്രിയിൽ ആരും തന്നെ അത് മുടക്കി കളയരുത്. നമ്മൾ ഇശാ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ഉറങ്ങി നീച്ചതിന് ശേഷം വേണം ഈ ഒരു അമല് ചെയ്യാനല്ലേ. ആദ്യം നല്ല രീതിയിൽ വുളു എടുത്തിട്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം, തഹജ്ജുദ് നിസ്കരിക്കണം. അതിന് ശേഷമാണ് ഇനിയുള്ള ഒരു വലിയ കാര്യം. ശേഷം നമ്മളെ ഒരു 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചൊല്ലണം, അസ്തഗ്ഫിറുല്ലാഹ് അൽ-അദീം എന്നുള്ളത്. അതിന് ശേഷം ഒരു 100 പ്രാവശ്യം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള സ്വലാത്തും ചൊല്ലണം. അതിന് ശേഷം ചെറിയ കാര്യമോ വലിയ കാര്യമോ ഒന്നും നോക്കണ്ട, അള്ളാഹുവിനോട് പറയാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ തുറന്ന് പറയണം. പ്രത്യേകിച്ച് ഈ ദുആ പറഞ്ഞ് റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈറിൻ ഫഖീർ, റബ്ബി ഇന്നി ലിമ അൻസൽത ഇലയ്യ മിൻ ഖൈറിൻ ഫഖീർ. ഇത് കൂടെ നമ്മളൊരു 100 പ്രാവശ്യം ചൊല്ലുക. നമ്മൾ ആദ്യം ഇസ്തിഗ്ഫാർ, അതിനുശേഷം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ നമ്മുടെ മനസ്സിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ മുറാദുകളും പടച്ചവനോട് പറയുക. കാരണം നിങ്ങൾ എന്തൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു അമലിനെ ചെയ്തിട്ടുള്ളത്, ആ ആവശ്യത്തെ മുൻനിർത്തിയിട്ട് ഒന്നുകൂടെ ആ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ കിട്ടിയിട്ടുള്ള ഞാമത്തുകൾ, കിട്ടിയാലുള്ള ബറക്കത്തുകൾ, അതൊക്കെ റബ്ബിനോട് പറയാം. അതിന് ശേഷം റബ്ബി ഇന്നി ലിമ അൻസൽത മിൻ ഖൈറിൻ ഫഖീർ എന്നുള്ള ദിക്ർ 100 തവണ പറയുക. നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും മാറ്റം കണ്ടു തുടങ്ങും. ഇന്ന് രാത്രി തീർച്ചയായിട്ടും നിങ്ങൾ വെറുതെ കളയരുത്. 10 മിനിറ്റ് മതി ശാന്തമായിട്ടിരുന്ന് അള്ളാഹുവിനെ വിളിക്കാൻ. റബ്ബ് കേൾക്കും, പടച്ചോൻ മറക്കൂല നമ്മളെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. കാരണം നമ്മളുടെ ഇടങ്ങേറുകളെ നമുക്കറിയാമല്ലേ. ആ ഇടങ്ങേറുകൾ മനസ്സിൽ എത്ര കഠിനമാണെങ്കിലും ഈ ഒരു സമയം, ആ ഒരു തഹജ്ജുദിന് എണീക്കുന്ന ആ ഒരു സമയമുണ്ടല്ലോ, ആ ഒരു സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ റബ്ബിലേക്ക് അടുത്തിരുന്നിട്ട് ഈ രീതിയിൽ, ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ഈ ഒരു അമലിനെ ചെയ്തിട്ടുണ്ടെങ്കിൽ റബ്ബ് സുബ്ഹാനഹു തആല ഒരിക്കലും കൈവിട്ട് കളയൂല. എനിക്ക് ഓരോ ദിവസവും ഒരുപാട് കമൻസുകൾ വരാറുണ്ട്. ആ കമൻസിൻ്റെ ഒക്കെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവരുടെ ഓരോരോ കാര്യങ്ങളാണ്. കഴിയുന്ന ആളുകൾക്ക് റിപ്ലൈ കൊടുക്കാറുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല ഇത്തരം ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്നവരിലേക്ക് ഈ വീഡിയോ എത്തിക്കട്ടെ. എന്ത് പ്രശ്നമാണെങ്കിലും ഈ ഒരു അമലിൻ്റെ ബറക്കത്ത് കൊണ്ട് റബ്ബ് സുബ്ഹാനഹു തആല അത് പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വിഷയമായിട്ട് ഇനി വീണ്ടും വരാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. അതേപോലെ തന്നെ എന്തെങ്കിലും ദിക്റുകൾ ആവശ്യമുണ്ടെങ്കിൽ, ദുആകൾ ആവശ്യമുണ്ടെങ്കിലും കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ദുആ വസിയത്തോടു കൂടെ നിർത്തുകയാണ്. ഇന്ന് നമ്മുടെ പടിവാതിൽ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ള നമ്മുടെ ഉമ്മമാർ, ഉപ്പമാർ, നമ്മുടെ ഉപ്പപ്പന്മാർ, ഉമ്മമാർ എല്ലാവരും നമ്മളുടെ ഒരു യാസീനിന് വേണ്ടിയിട്ട്, നമ്മളുടെ ഒരു ഫാത്തിഹക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കും. നമ്മളുടെ പ്രാർത്ഥനകളിൽ അവരെയൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുക. അവരെയൊന്നും മറന്നു കളയാതിരിക്കുക. അവരുടെ ആ ഒരു വരവിനെ നമ്മൾ വെറുതെ ആക്കാതിരിക്കുക. എല്ലാവരും ആത്മാർത്ഥമായിട്ട് തന്നെ ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.